ഇയാൾ ഒരു ദിവസം പുരയിൽ വന്ന് ഉച്ചക്ക് പ്രകാശൻ ഉച്ചക്ക് വന്ന് അന്ന് വന്ന് ഒരു കുട്ടുംകുഞ്ചിയില്ലേ, ആ കുഞ്ചിയിൽ ഈ മഞ്ഞപ്പൊടിയും വെറ്റിയിലേ തേക്കുന്ന സാധനം ആ പൊടിയും കൂടിയും കഴിക്കും. ഞാൻ കണ്ടതാ. ഇയാള് ഇക്കാക്കനോട് പറഞ്ഞു വായന്റെ തണ്ട് പറിച്ചു കൊണ്ടുവരാന്. അങ്ങനെ ഇയാള് അത് ഇങ്ങനെ ഇളക്കിയപ്പോ ചോപ്പ് ബ്ലഡിന്റെ കളർ പോലെ ആയി. അങ്ങനെ ഇയാള് പറഞ്ഞു അതിന്റെ മേത്തുള്ള ഇങ്ങോട്ട് പറഞ്ഞു മോളെ ഇനി ബേജാറാണെന്നൊന്നും പറയല്ല, എന്റെ മേത്ത് ഇങ്ങനെ ബാധ ഉണ്ട്. അത് കേട്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഇയാള് ചതിക്കുകയാണെന്ന്. ഞാൻ എന്റെ മേത്ത് ബാധ ഒന്നും ഇല്ലല്ലോ. അങ്ങനെ പറഞ്ഞപ്പോ കാക്കയും കൂടി ഇത് ഞാൻ അതില് പറഞ്ഞില്ല കേട്ടോ. പിന്നെ ഓരോന്ന് ഓർമ്മ വരുന്നേ, മക്കൾക്ക് വരെ എന്റെ മോൾ 5 വയസ്സാകുമ്പോ മരിക്കുമെന്നും പറഞ്ഞിരിക്കുന്നു. അതൊക്കെ കേൾക്കുമ്പോ ഏത് അമ്മമാർക്കായാലും പേടി ഉണ്ടാവല്ലോ. 5 വയസ്സാകുമ്പോ എന്റെ മോള് മരിക്കും, ഞാനിപ്പോ ഗർഭിണിയാണ്, ആ കുഞ്ഞിനും ബുദ്ധിമുട്ടുണ്ടാവും, ഞാൻ അല്ലെങ്കിൽ ഇത് മാറ്റിയില്ലെങ്കിൽ മോള് മരിക്കുക അല്ലെങ്കിൽ ഞാൻ മരിക്കുമെന്ന്, എനിക്ക് എന്തോ സംഭവിക്കുമെന്ന് പറഞ്ഞു. ചെറുതിന് 5 വയസ്സാകുമ്പോഴേക്കും അങ്ങനെ പറഞ്ഞ് ഇയാള് അന്ന് പോയി. പിന്നെ ഒരു ദിവസം രാത്രി വന്നത്. അന്ന് ഇയാള് കാക്ക വന്ന് കൊണ്ടുവന്ന് അങ്ങനെ ഇയാൾ ഫോൺ നമ്പറിലേക്ക് വിളിക്കൂന്ന് പറഞ്ഞ് ഈ കാക്കനോട് പറഞ്ഞിന്റെ മേത്ത് ബാധ ഉണ്ട് എന്നാ. അങ്ങനെ ഫോൺ നമ്പറിലേക്ക് വിളിക്കൂന്ന് പറഞ്ഞ് ഇയാൾ എന്നെ വിളിച്ച്, എനിക്ക് ഫോണില്ല, എന്റെ ഉമ്മന്റെ ഫോണായിരുന്നു. അതിന് ഉമ്മന്റെ ഫോണിലേക്ക് വിളിച്ച് ഇയാൾ എന്നോട് പറഞ്ഞ് മോളെ എന്റെ അടുത്ത് ഉമ്മ ഉണ്ടോ, ആരും ഉണ്ടോന്ന് ചോദിച്ചാൽ പറഞ്ഞു ആരുമില്ല. ഷെമീറ വന്നില്ലല്ലോ എന്ന് ചോദിച്ചാൽ പറഞ്ഞില്ല, അല്ല വന്നില്ല, അവിടുന്ന് കളിക്കുണ്ടായി കണ്ടിട്ടാ ഞാൻ വിളിക്കുന്നതെന്ന് പറഞ്ഞു. എന്താ കാര്യം, നിങ്ങൾക്ക് ആരെ നമ്പർ എന്നേന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു ഷെമീറാണ് തന്നെ. അത് ചോദിച്ച് പറഞ്ഞോളി, ഇനി മാറി നിൽക്കണോ, അല്ലാണ്ട് പറയാൻ പറ്റൂല, ഇച്ചിരി സീരിയസ് ഉള്ളു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. എന്റെ ഉമ്മച്ചിന്റെ അടുത്തുണ്ട്, എന്റെ മക്കളും ഉണ്ട്. അപ്പൊ ഇയാൾ എന്നോട് പറയാണ് മോളെ പ്രശ്നം എനിക്കല്ല, പ്രശ്നം ഷെമീറിനാണ്, നിങ്ങളെ കുടുംബത്തിൽ ഇങ്ങനെ വിഷയം ഉണ്ടാവുന്നത് ഓന്റെ മേത്ത് രക്തരസസ് എന്ന് പറഞ്ഞ് സാന്നിധ്യം ഉണ്ട്, അതിനോണ്ടാണെന്ന് പറഞ്ഞ്. അപ്പൊ എന്നോട് പറഞ്ഞ് ഓന് ഭയങ്കര ദേഷ്യമല്ലേ എന്നൊക്കെ ചോദിച്ചാൽ പറഞ്ഞു അതൊക്കെ നിങ്ങൾ പറഞ്ഞ സത്യം തന്നെ, അതിന് മോക്ക് വിചാരിച്ചാലേ ഓനെ രക്ഷിക്കാൻ പറ്റും, വേറെ പെണ്ണുങ്ങൾക്കും രക്ഷിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഞാൻ എങ്ങനെ സഹായിക്കേണ്ടിയെന്ന് വെച്ച്. അപ്പൊ ഇയാൾ പറയാണ് അതിനൊരു പൂജ കാണും, പൂജ എന്ന് പറയുന്നത് നഗ്നപൂജ കാണും. അപ്പൊ എനിക്ക് തോന്നി എന്തോ ഉടായ്പാണ്, ഉമ്മല്ലല്ലോ എന്ന് ചോദിച്ചു. ഇത് പറയുന്നതിന് നഗ്നപൂജ ഞാൻ പറഞ്ഞ അങ്ങനെ നഗ്നപൂജ ചെയ്തിട്ട് എനിക്ക് ഓരോ വേറെ എന്താ വഴി ഉണ്ടോന്ന് ഞാൻ ചോദിച്ചിരിക്കുന്നു കേട്ടോ. നമ്മൾ ചോദിക്കല്ലോ മക്കൾക്ക് ഇങ്ങനെ. അപ്പൊ എനിക്ക് അങ്ങനെ നഗ്നപൂജ ചെയ്തിട്ട് എന്റെ മാപ്പിള നന്നാക്കണ്ട, പോയിക്കോട്ടെ, ഞാനും എന്റെ ജീവൻ പോക്കൂന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പോണ ആളാണെ പോയിക്കോട്ടെ, ബാക്കി ഞാൻ ആക്കിയോളാന്ന് ഞാൻ അവരോട് പറഞ്ഞു. അങ്ങനെ ഇയാൾ ഫോൺ വെച്ച്. പിന്നെ കാക്ക വന്നപ്പോ കാക്കനോട് പറഞ്ഞു കാക്ക ഇങ്ങനെ വിഷയമുണ്ട്. ഇന്നോട് അയാൾ അങ്ങനെ അല്ലല്ലോ, അത്ത ചൂടായിട്ടോ, ഇന്നോട് ഇങ്ങനെ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞു നിങ്ങളോട് വാതിരി വെക്കാനൊക്കെ പറഞ്ഞ എന്തിനാ വിളിച്ചു, നിങ്ങൾ ഇന്നെ കൂട്ടിക്കൊടുക്കാൻ കൊണ്ടുവന്നാണോ എന്ന് ചോദിച്ചു. ഭർത്താവിനോട് ആ സ്പോട്ടിൽ നിന്റെ മുന്നിൽ നിന്ന് വിളിച്ച് പ്രകാശായിട്ട് നിങ്ങൾ ഇങ്ങനെ എന്റെ വൈഫിനോട് നഗ്നപൂജ വേണോ എന്ന് ചോദിച്ചിനോന്ന് പറഞ്ഞു. ദേഷ്യത്തിലാ ചോദിക്കുന്നത്. അപ്പൊ ഇയാൾ പറഞ്ഞ് ഞാൻ അങ്ങനല്ല പറഞ്ഞേ, ഓളെ മേത്ത് ബാധ ഉണ്ടാതെ ഒഴിവാക്കാനാണ്, എന്റെ മേത്ത് ബാധ ഉണ്ടാതെ ഒഴിവാക്കാനാണ് പറഞ്ഞേന്നാ പറഞ്ഞേ. അങ്ങനെ പറഞ്ഞ് ഫോൺ കട്ടാക്കി. അങ്ങനെ ഞാൻ എന്താക്കി, എനിക്ക് ഇത് കെട്ടി തൂക്കിയൊക്കെ കണ്ടപ്പോ പേടിയായി. പൊരയില് ബാത്റൂം പോകാൻ പോലും പേടിയായിട്ട് ഞാൻ പറഞ്ഞു കാക്ക ഞാൻ 2 ദിവസം എന്റെ പൊരയിൽ പോയി നിൽക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ വന്നാ അല്ലേ തന്നെ അടിയും കുത്തുമായിട്ട് അടിവാരത്ത് മഹൽ കമ്മിറ്റിയിലൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഒരു തീരുമാനം എനിക്ക് അവരുണ്ടാക്കി തന്നില്ല. ഞാൻ എന്റെ മക്കളെയും കൊണ്ട് എത്രയോ ഞാൻ അവിടെ പട്ടിണി കിടന്നിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ഒന്ന് നന്നാവായിക്കുമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇപ്പൊ കേസ് കൊടുത്തത്. അല്ലാണ്ട് പ്രകാശനെ കൊടുക്കാനോ എന്റെ ഭർത്താവിനെ കൊടുക്കാനോ ഒന്നുമല്ല. ഞാൻ ഉള്ളത് എന്റെ ജീവിതത്തിൽ നടന്നതാണ് ഞാനിപ്പോ നിങ്ങളോടൊക്കെ പറയുന്നത്. പ്രകാശൻ എനിക്ക് മുൻപ് അറിയൂല. അയാളോ അഡ്രസ് ചോദിച്ചാൽ തന്നെ എനിക്ക് അയാളെ രൂപയെ പറഞ്ഞുതരാൻ പറ്റും. ഒരു കഷൻ രൂപ താടിയൊക്കെ ഉള്ള ചങ്ങായി വെറ്റിലാർക്ക് തന്നു, അതേ അറിയാം. അല്ലാണ്ട് അയാളെ മോളെ കൊണ്ട് അയാൾ ഇന്നോട് പറഞ്ഞാട്ടോ, അയാൾ വയനാട്ടിലും ചെയ്തിരിക്കുന്നു, അതുപോലെ നമ്മൾ ആ ഏരിയയിലോ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഞാൻ തെളിവ് കൊടുക്കേണ്ടി വരും, എനിക്ക് ആളറിയൂല. അയാൾ ഇന്നോട് പറഞ്ഞതാണ് നടത്തിയിരിക്കുന്നതെന്നാ പറഞ്ഞ. അയാൾ കാക്കനോട് പൈസ വാങ്ങിക്കുന്നത് തോന്നുന്നു. ഇപ്പൊ എന്റെ മാപ്പിളയും ജയിലിലാണ്. കാരണം ഞാൻ അത്രയും വേദന ആക്കിയിട്ട് നന്നാവുമായിരിക്കും എന്നുള്ള അതിനോട് നിങ്ങളെല്ലാരും കൂടി കൂടിയിട്ട് എനിക്ക് മുന്നോട്ട് ജീവിക്കണം. 2 പെൺകുട്ടികളാണ്. ഞാൻ കാക്കനോട് ചോദിച്ചു സ്വന്തം പെണ്ണുങ്ങളെ കൂട്ടിക്കൊടുക്കുന്ന പരിപാടി എടുക്കരുത്. കാരണം ഞാൻ നിങ്ങൾ അങ്ങനെ വിശ്വസിച്ച് അയാളെ കൊണ്ടുവന്നപ്പോ ഞാൻ ആരോടും പറഞ്ഞില്ല. പക്ഷെ ഇനി ഞാൻ എല്ലാരോടും പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ പൊരയിൽ പോയി നിന്ന് പിന്നെ വന്ന് നല്ലോണം വന്ന് എന്റെ അമ്മനെ തല്ലുകയും ചെയ്തു. എന്റെ അമ്മന്റെ നെഞ്ഞത്തൊക്കെ എന്റെ മാപ്പിള വന്ന് ചവിട്ടി എന്റെ മോളെടുത്ത് പോയി അവിടുന്ന് പൊരന്ന് കുറെ തല്ലിക്കുന്നു. അത് ഏലസ് എന്താ ഞാൻ അത് നോക്കിയില്ല, കാരണം എനിക്ക് പേടിയായി. അത് ഓർമ്മ ഇപ്പൊ അവിടെ ഉണ്ടോ അറിയില്ല. പൊര പോയി തുറന്നു നോക്കണം. ഈ എന്റെ പൊര എന്റെ പൊന്നു വിറ്റ് വാങ്ങിയ പൊരയില് ഭർത്താവ് നിക്കുന്ന പൊരയില് ഞാനും ഭർത്താവ് നിക്കുന്ന കേട്ടോ.
ഇമ്മച്ചിനെ ഞാൻ വിളിച്ച് വ്യക്തിയാ. കാരണം ഇങ്ങനെ തല്ലും കുത്തുമായിട്ട് പിന്നല്ലേ ഇവര് തല്ലുന്ന ടൈമിൽ എനിക്ക് എന്നെ പേടിയാ. ഈ മോളെ വെച്ചിട്ട് എന്റെ 2 കൈയും തച്ചൊടുക്കുകയും അതുപോലെ കുറെ മർദ്ദിച്ചിരിക്കുന്നു. ഞാൻ നല്ലോണം വേദന ആക്കിക്കുന്നു. ഷമീറിന്റെ ഈ പ്രകാശേട്ടനോട് ഈ ഇക്കാക്കനോട് അങ്ങോട്ട് പോയി സംസാരിച്ചതാ. നമ്മളെ വിഷയങ്ങൾ നാട്ടിൽ ഫുള്ളും പാട്ടാ. അപ്പൊ ഇത് മനസ്സിലാക്കാനുള്ള കഴിവ് എന്റെ ഭർത്താവിനില്ല. ഇത് ഇയാളിങ്ങനെ നമ്മളെ ജീവിതത്തിൽ നടന്നൊക്കെ വള്ളിയും പുള്ളിയും തെറ്റാണ്ട് പറയുമ്പോ അങ്ങനെ ചോദിക്കും. ചിലപ്പോ നന്നാവാണെങ്കിൽ നന്നായിക്കോട്ടെ വെച്ച് കൂട്ടിക്കൊണ്ടുവന്ന് അയക്കും. പക്ഷെ അങ്ങനെ കൂട്ടിക്കൊണ്ടുവരാൻ പാടില്ല. അതിനും അയാള് വന്ന ഞാൻ പറഞ്ഞുതരാം. ഒരു വട്ടം ഉച്ചക്ക്, അല്ലാണ്ട് രാത്രി ഇക്കാക്കിന്റെ കൂടെ വന്നു. ഒറ്റക്ക് വന്നില്ല. ഒരു ദിവസം രാത്രി ഇക്കാക്ക് കൂട്ടിക്കൊണ്ടുവന്നതാ. ഈ സംഭവം ഞങ്ങളോട് പറയാൻ എന്റെ മേത്ത് ബാധ ഉണ്ടെന്നൊക്കെ. എന്റെ മേത്ത് ഇത് ബാധയുള്ള ഒരു സ്വഭാവം ഞാൻ ഇതുവരെ എന്റെ പുരയെ കാട്ടിയില്ല. പിന്നെ എന്നെ തച്ചിട്ട് ഞാൻ പുരയെന്ന് പോയിക്കുന്നു. കാരണം അങ്ങനെ ഒരു തലയൊക്കെ പിടിച്ച് ഇടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ കൂടി ഇറങ്ങി ഓടിക്കുകയാണ് എനിക്ക് പേടിച്ചിട്ട്. എന്റെ പുരന്റെ അടുത്തുള്ളവരോട് വന്ന് ചോദിച്ചറിയുന്നത്. ദിവസം ഒന്നും എനിക്ക് ഓർമ്മയില്ല. ഞാൻ പോയിട്ട് ഇപ്പൊ 6 മാസം അതിന്റെ പുരയില്. പക്ഷെ ഇയാൾ പിന്നെയും വിളിച്ചിട്ടാണ് ഈ സംഭവം എനിക്ക് പറയണം. 1 വർഷം മുന്നേ ഒന്നല്ല സംഭവം നടന്നേ ചോദിച്ചാൽ അതൊക്കെ കൃത്യമായിട്ട് പറയാൻ പറ്റൂല. കാരണം പൂജ പറഞ്ഞ ഇപ്പന്നാലും ഇയാള് പറഞ്ഞിരിക്കുന്നത് 2 മാസം മുന്നേ ഇയാൾ ഞാൻ വിളിച്ച് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇത് പറയണ്ടെന്ന് വെച്ചായിരുന്നു. പക്ഷെ ഇയാൾ വേറെ ഇടക്കോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ എന്നോട് മേഡമൊക്കെ പറഞ്ഞ് ഇത് പറയണോന്ന്. കാക്കനോട് വിളിച്ചിരുന്നു. അയാൾക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞിരിക്കുന്നു. ഇത് ആരോടെങ്കിലും ഇല്ല നിർബന്ധിച്ചില്ല. പക്ഷെ ഇയാൾ ഇങ്ങനെ വിളിക്കുക. ഇക്കാക്കന്റെ പേര് അല്ല ഇക്കാക്കന്റെ മേത്ത് ഇങ്ങനെ. ഇക്കാക്കന്റെ സംഭവം വേറെ ഒരു പെണ്ണായിട്ട് എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 4 കൊല്ലായി. ഞാൻ 3ന്റെ അന്ന് പിടിച്ചിരിക്കുന്നത്. അങ്ങനെ ഓളുമായിട്ടുള്ള വിഷയമാണ് ഞങ്ങളെ വിഷയത്തിൽ. എനിക്ക് ആളറിയൂല പറഞ്ഞു തരാൻ. ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം ഓളാണ് എന്റെ 2 മക്കളെയും ജീവിതം തകർക്കുന്നത്. ഒരു മോളുണ്ട്. ഇതിന്റെ ഒരു മൂത്ത് 1 വയസ്സും ഒരാൾക്ക് 3.5 വയസ്സും. പക്ഷെ എനിക്ക് ആരും ഇല്ല. അങ്ങനെയല്ല കേട്ടോ. ഒന്ന് സഹായിക്കാൻ ആരും ഇല്ല. എനിക്കൊരു ജോലിയും ഇല്ല. ഞാൻ എന്റെ വീട്ടിലാണ്. ഇനിയിപ്പോ ഇങ്ങോട്ട് മീഡിയയിലൊക്കെ വന്നോണ്ട് ഇനിയിപ്പോ തറവാട്ടിൽ കയറാൻ പറ്റണ്ടാവില്ല. താഴോട്ട് പോകേണ്ടി വരും. അതാണ് പൊളിഞ്ഞടുക്കുകയാണ്. 2 മാസം എനിക്ക് പറയാൻ പറ്റാത്ത എന്റെ ഫോൺ അറിഞ്ഞു പൊട്ടിച്ചാഞ്ഞിക്കുന്നത്. വന്ന് പറയാൻ പറ്റാത്ത എന്താ അറിയോ? 2 മാസം മുന്നേ ആയിരിക്കും അയാൾ വന്നത്. ആയിരിക്കും. അല്ലട്ടോ ഞാൻ 6 മാസം എനിക്ക് പറയാൻ അറിയില്ല. കാരണം ഞാൻ പുരയിലായിട്ട് ഇപ്പൊ കുറെ ആയി. എന്റെ അമ്മച്ചിന്റെ അടുത്ത് വന്നിട്ടെ ഇത് പേടിച്ചിട്ടാ വന്നത്. വിളിച്ചിരിക്കുന്നത് ഇയാൾ എങ്ങനെയാ പറഞ്ഞേ മോളെ ഇനിയും അത് ഞാൻ ഒത്തുകാണിയാണെന്ന് പറയുന്നേ. ഞാനും എന്റെ ഭർത്താവും ഉള്ള ബന്ധം ഒഴിവാക്കാൻ, എന്റെ ഭർത്താവിനെ ഒഴിവാക്കി 6 മാസം കഴിയുമ്പോഴേക്കും എനിക്ക് ആളെ പിടികിട്ടും. ഞാൻ പറഞ്ഞു അങ്ങനെ ആളെ പിടികിട്ടണ്ട, ഓനെ നേരാക്കി കൊണ്ടുപോകാൻ എനിക്ക് അറിയാമെന്നും പറഞ്ഞു. ഇല്ല അതിന് ഞാൻ നല്ല വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അയാളെ. അതിനൊന്നും എന്റെ അമ്മച്ചൊന്നും സമ്മതിക്കും. എന്റെ ആങ്ങളമാരെയും വിളിച്ച് ഞാൻ പറഞ്ഞേ കോഴിക്കോടേക്ക്. അപ്പൊ ഇല്ല അങ്ങനെയൊന്നും സമ്മതിക്കുന്ന ഒരാളല്ല എന്റെ ഭർത്താവ്. ഇപ്പൊ അയാൾ വരികയാണെങ്കിൽ തന്നെ തല്ലിയൊക്കെ ചെയ്തിരിക്കുന്നത്. ഇയാളെ ഭർത്താവിന്റെ വീട്ടുകാരൊന്നും ഇല്ലായിരുന്നു. എന്റെ കല്യാണത്തിന്റെ ടൈമിൽ ആരും ഇല്ലായിരുന്നു. ഇവരൊറ്റ മോനെന്നാ പറഞ്ഞത്. പക്ഷെ ഇവര് പെങ്ങൾ ഇതിന്റെ അടുത്ത് വന്നിട്ട് എനിക്ക് പെങ്ങളാണെന്ന് പറഞ്ഞെനിക്ക് അറിയില്ല. ഒരുത്തി വന്നിട്ട് എന്റെ പുരക്കാരെ വിളിച്ച് ഭീഷണിപ്പെടുത്തലും ഞാൻ മോളെ പ്രസവിച്ച് കടുക്കുമ്പോഴാണ് അതിനെ വിളിച്ച് കുറച്ച് ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഓളെ കൊണ്ടുള്ള ഇടങ്ങറില്ല. ഉണ്ടായിരുന്നു. അത് എനിക്ക് അറിയില്ല കേട്ടോ. നിങ്ങൾ അങ്ങനെ പറയരുത്. കാരണം അയാൾ എന്നോട് പറഞ്ഞതാണ് മോക്ക് ഇങ്ങനെ എന്തോ ഇടങ്ങറുണ്ടായിട്ട്, മോക്ക് വയറ്റിലാണ്, മോക്ക് ഇങ്ങനെ എന്തോ ഇടങ്ങറുണ്ടായിട്ട് മോളെ എവിടെ കൊണ്ടുപോയതാണ് എന്നോട് എന്റെ അമ്മനോട് പറഞ്ഞു. കൊണ്ടുപോയതാണ്. പിന്നെ അയാൾ വയനാട്ടിൽ ചെയ്യാൻ പോയിട്ടുണ്ട്. പിന്നെ അടിവാരത്ത് ഏതോ പൊരേ ചെയ്യലുണ്ട് എന്നൊക്കെ അയാൾ പറഞ്ഞതാണ്. തരിപ്പിലായിരിക്കും. കാരണം അന്ന് അയാൾ കണ്ണ് 2 ചോന്നെടുക്കുന്നുണ്ട്. അന്ന് വലിച്ചിക്കുന്നു. 2 ആളും വലിച്ചിക്കുന്നു. എനിക്ക് അയാളൊന്നും അറിയില്ല. ഞാൻ അയാളെ മദ്യവീഴ്ച ഇതുവരെ എന്റെ അടുത്തേക്ക് വന്നില്ല. ചെയ്തില്ല എന്ന് തന്നെ പറയാം. ചെയ്യണ്ട് തോന്നുന്നു. അല്ലാണ്ട് എന്നെ അങ്ങനെ തല്ലൂലല്ലോ. എന്റെ വീട്ടിൽ നിന്നൊന്നും അങ്ങനെ ഒരു സിഗരറ്റ് പോലും വലിക്കൂല. പ്രകാശം വന്നപ്പോ ഒരു എന്താ പറയാ തരിപ്പന്മാര് കളിക്കുന്ന ഒരു കളിയില്ലേ, അതേപോലെ അയാൾ കളിക്കുന്നു. അല്ലാണ്ട് എനിക്കൊന്നും അറിയില്ല.